പാമ്പ് കടിച്ചു എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. പ്രമേങ്ങി വന്നേ. എന്താ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു. പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ പൈസ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു, മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്നങ്ങനെ. അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവളെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടെ നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയ. അവള് വന്നു. നീ പോയി തട്ടിക്കൊണ്ടുവാ. പിന്നൊരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിന് നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാനെല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? മുതലാളി, ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ. അയ്യോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതേടാ. വരുന്നത് വരട്ടെ മുതലാളി. മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാം. ചുമ്മാ ഇരടി. മുതലാളി കൈ കഴക്കുന്നു. ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി. ഇട്ടാ ഞാൻ അവരെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഓടാ. എനിക്ക് ഷേക്കാൻ തരാൻ. നീ വെട്ടുന്നുണ്ടില്ലേ, കൈ വൃത്തിയിടാവും. അയ്യോ, എന്നാലും സാരമില്ല. ഇനി പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം? എടീ, നമ്മുടെ സുലോചനയെ സേതുമാധവൻ തട്ടിക്കൊണ്ടുപോയി. എന്ത്? നേരാമണ്ണം 100 വട്ടം പറഞ്ഞിട്ടോ കേട്ടില്ല. ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. നിനക്കറിയാവോ, നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്.
പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ച് നീയെങ്ങാനും വല്ലവന്മാരുടെ കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ നിന്റെ കൈ ഞാൻ വെട്ടുകളയും. ഓടിയത്ത് ഞാൻ കുറച്ച് മുമ്പേ ഇറക്കാം, ആളറിയണ്ട. ഇനിയിപ്പോ ആളറിഞ്ഞാൽ എന്ത് കുഴപ്പം? അതല്ല, ശിവരാമേട്ടൻ ഞങ്ങളെ പിടിക്കാൻ വല്ല ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവുന്നതിന്റെ പേടി. രജിസ്റ്റർ കഴിഞ്ഞില്ലേ? അത് കാര്യമില്ല. സാരി തലേ കൊടുത്തുള്ളൂ, ഞാൻ ഫ്രണ്ടിൽ നടക്കാം. സാരി തലേ കൊടുത്തുള്ളൂ. അല്ല മാം, അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ട് നോക്ക്. അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം. മുതലാളി വരണം മുതലാളി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പ്രേമ വരുന്നേ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. ആണോ? വരണം. നിർത്ത്, നിർത്ത്, നിർത്ത്. അയ്യോ. എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഏതാ നോക്ക്, ഗുണ്ടകൾ എത്തിക്കഴിഞ്ഞു. അതെ, ഗുണ്ടകൾ തന്നെ. എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കാം, മുതലാളി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ. ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ. അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കിടന്നിറങ്ങാലോ. മനസാക്ഷിയില്ലാത്തവനെ, ദ്രോഹി, എന്റെ കൈയും കാലം അവന്മാർ അടിച്ചോടിക്കുന്നവനെ കാണണല്ലടാ. ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മാതിരി പീറ കേസിന് ചാടി പുറപ്പെട്ടത്? നിർത്തടാ. അയ്യോ, നിർത്തടാ. നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ. അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് പോയി 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന്. ഗുണ്ടകൾ മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും. നീ എന്ന് പറയടാ, ചെല്ല്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട്. എന്നെ അവന്മാർ. നിന്നെ ആരറിയാൻ? നീ എന്തത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. പ്രേമ ചെന്ന് പറ പ്ലീസ്. നീ പറഞ്ഞ അവര് കേൾക്കും. ആരും അറിയത്തില്ല. ചെല്ല്, ചെല്ല് പ്രേമ, ചെല്ല്. കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് വെള്ളം ഇറങ്ങിയതാണ്. എന്നാ പിന്നെ ബീച്ചിൽ ചെന്നിരുന്നൂടെ? അല്ല, ഇവിടെ ആകുമ്പോ അങ്കവും കാണാൻ താഴെയും പറിക്കാം. ഓ, എത്ര സമയം അവൻ ഈ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് കാണണല്ലോ. അപ്പൊ കുറുപ്പിയേട്ടനും മുതലാളിയും തമ്മിൽ ഇന്ന് കണ്ടില്ലേ? എവിടുന്ന് കാണാനാണ്? എന്റെ ചേട്ടാ, ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നേരോ? ഉവ്വ്. ആ. പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ആ. മുതലാളി ആള് അഭിമാനിയാണ്, അറിയാലോ. ഉം. ആള് കുറച്ച് കഷ്ടത്തിലുമാണ്. ആ. അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം. എനിക്ക് പലിശയും വേണ്ട, കിലിശയും വേണ്ട, മുതൽ കിട്ടിയാൽ മതി. മുഴുവൻ വണ്ടി വേണം. വേവാ. ഇനി നമ്മൾ സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിലേ അവൻ ആ പേരും പറഞ്ഞ് മുമ്പ്. എന്താ എന്നെ രക്ഷിക്കണം വലിയ മുതലാളി. എന്താ സേവ് നിന്നെ പിരിച്ചു വിട്ടോ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു. ഓ, നീ അവരെ ധിക്കരിച്ച് വല്ലതും ചെയ്ത് കാണും. ചെയ്തു കാണും. എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വലിയ മുതലാളി. ആട്ടെ, താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. ഇതങ്ങനെയല്ല വലിയ മുതലാളി. നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ? എന്നല്ല. ശരി മുതലാളി, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ? ഞാനാണെങ്കിൽ ക്ഷമിക്കും. എന്റെ അത്ര വിവരം നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും. കറക്റ്റ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചേനല്ലേ? അതെ. എനിക്കത് കേട്ടാ മതി, എനിക്കത് കേട്ടാ മതി. മുതലാളി ഇങ്ങ കേറിപ്പോര്, അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു.
മറ്റൊരു മാർഗവും ഇല്ലാതായി പോയി അച്ഛ. ഓർക്കണം. നിക്കണവിടെ. എന്തായാലും 1500 വെച്ച് കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം? എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റിൽ സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. എടോ അത് സർക്കാർ മുതല, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി തെണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. താൻ സ്ഥലം വിട്ടേ. നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ചാൽ കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് കുത്തിയരാം. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്ക്. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി. കള്ളന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4ാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? എത്ര എന്താ മുതലാളി? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളൂ വഴി. സർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും. ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്നും കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ? സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ സാറേ? ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കള്ളനെ പിടിച്ചു തരാം. പിടിക്കട്ടെ? ചെല്ലളിയാ, വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ. എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ, മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് KFC-യിലേക്ക് ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം ഒരാഴ്ച പിടിക്കും സാർ. ഒരാഴ്ച? ആ. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനായി ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ. ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1, 2 അല്ല, 8000 അല്ലയോ?